നമുക്കറിയാം ജനപ്രിയ നായകൻ ദിലീപ്. അദ്ദേഹം മലയാള സിനിമയിൽ ഉണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് ഒരു കാലത്ത് വളരെ വലുതായിരുന്നു. അതായത് ജനപ്രിയ നായകൻ എന്ന് പറഞ്ഞ ഒരു സ്ഥാനം നേടിയെടുക്കാൻ അദ്ദേഹം ഒരുപാട് പ്രയത്നിച്ചു, കഷ്ടപ്പെട്ടു. അങ്ങനെ ജനമനസ്സുകളിൽ സ്ഥാനം നേടി. പിന്നീട് അദ്ദേഹത്തെ പറ്റി ഒരുപാട് വിവാദങ്ങൾ വന്നു, കേസ് വന്നു. അങ്ങനെ പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ സിനിമകളൊക്കെ വളരെ ഫെയിലിയർ ആയിരുന്നു. നമുക്കറിയാം ലാസ്റ്റ് വന്ന പവി ദ കെയർടേക്കർ എന്ന് പറയുന്നത് തന്നെ ഒരു ബോക്സ് ഓഫീസ് ഹിറ്റാണ് ഇത് തോന്നുന്നില്ല. എനിക്ക് അത്രയും വലിയ കളക്ഷൻ സിനിമയ്ക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ ജനപ്രിയ നായകൻ ദിലീപിൻ്റെ പോക്ക് എങ്ങോട്ടാണ്? അദ്ദേഹത്തിന് വീണ്ടും പഴയ പോലെ ബോക്സ് ഓഫീസ് സ്റ്റാർഡം തിരിച്ചെടുക്കാൻ പറ്റുമോ? അങ്ങനെയുള്ള വാർത്തകളാണ് വരാൻ പോകുന്നത്. പക്ഷേ ദിലീപാണ് ഒരു കാലത്ത് നമ്മളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്ത ഒരു അത്ഭുത നടൻ, ഒരു എൻ്റർടൈനർ എന്നതിലുപരിയായി ഒരു അത്ഭുത നടൻ കൂടിയാണ് ദിലീപ്. അദ്ദേഹം അത് തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് രജനീകാന്തിൻ്റെ ഒരു സിനിമയെ പറ്റിയാണ്. അതും ദിലീപും തമ്മിലൊരു കണക്ഷനെ പറ്റിയാണ്. അതായത് രജനീകാന്തിന് ഇനി വരാൻ പോകുന്ന സിനിമ എന്ന് പറഞ്ഞാൽ കൂലി എന്ന് പറഞ്ഞ സിനിമയാണ്. അതായത് ലോകേഷ് കനകരാജ് എന്ന് പറഞ്ഞ ദ ഫയർ ബ്രാൻഡ് ഡയറക്ടറും നമ്മുടെ സൂപ്പർ സ്റ്റാർ തലൈവർ രജനീകാന്ത് ഒന്നിക്കുന്ന സിനിമയാണ്. നമുക്കറിയാം അതിൻ്റെ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്ററൊക്കെ വന്നിട്ടുണ്ട്. അദ്ദേഹം രണ്ടുപേരും വാച്ചൊക്കെ പിടിച്ച ഒരു ഡോൺ സെറ്റപ്പ് സിനിമയാണ്. ഒരു അധുലോക നായകൻ എന്ന് പറഞ്ഞ ഒരു സെറ്റപ്പ് സിനിമയാണ്. ഒബിയസ്ലി അതിൽ നിന്ന് വ്യക്തമായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സിനിമയിൽ വില്ലനാകാൻ പോകുന്ന ആരാണ് എന്ന് പല റൂമേഴ്സും ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ ലാസ്റ്റിൽ വന്ന് നിൽക്കുന്നത് ദിലീപിലാണ്. അപ്പോൾ അതിനെപ്പറ്റിയുള്ള പല വാർത്തകളും വന്നിട്ടുണ്ട്. അതായത് റൂമേഴ്സായിട്ട് ഇങ്ങനെ നിൽപ്പുണ്ട്. അതായത് കൂലി എന്ന് പറഞ്ഞ സിനിമയിൽ ദിലീപ് രജനീകാന്തിൻ്റെ വില്ലനായിട്ട് വരുമോ? നമുക്കറിയാം ദിലീപ് എന്ന് പറഞ്ഞ വ്യക്തിയെ നമ്മൾ നായകനായിട്ട് കണ്ടിട്ടുണ്ട്, അതിലുപരി വില്ലനായിട്ട് കണ്ടിട്ടുണ്ട്. കമ്മാര സംഭവം എന്ന് പറഞ്ഞ സിനിമയിൽ അദ്ദേഹത്തിൻ്റെ ഒരു ആൻറ്റോഗനിസ്റ്റ് റോൾ എന്ന് പറയുന്നത് അതിഗംഭീരമായിരുന്നു. അതായത് ഒരു സാധാരണ വില്ലനല്ല, ഡെഡ്ലി വില്ലൻ. അങ്ങനെ അദ്ദേഹം തെളിയിച്ചാണ് എനിക്ക് പ്രതിനായക സ്ഥാനവും അല്ലെങ്കിൽ പ്രതിനായക വേഷവും ഗംഭീരമായിട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അപ്പോൾ ആ ഒരു നിലയ്ക്ക് കൂലി എന്ന് പറഞ്ഞ സിനിമയിൽ ദിലീപ് വില്ലനായിട്ട് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും തരംഗം ഉണ്ടാക്കുമെന്നുള്ളത് 100% ഉറപ്പാണ്. പക്ഷേ ഈ ഒരു ചാൻസ് ചിലപ്പോൾ ഒരുപക്ഷെ രജനീകാന്തിൻ്റെ വില്ലനായിട്ട് ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ, ഒരു ഓഫർ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ദിലീപ് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതെന്ന് വെച്ചാൽ ആ ഒരു സിനിമയോട് ചിലപ്പോൾ ഒരുപക്ഷെ ഒരു പാൻ സൗത്ത് ഇന്ത്യൻ റീച്ച് ചിലപ്പോൾ ഒരുപക്ഷെ അദ്ദേഹത്തിന് കിട്ടിയിരിക്കും. അതുവഴിയും വേറെ ഒരുപാട് സിനിമകൾ ഉണ്ടായേക്കാം. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഊഹാപോഹങ്ങളാണ്, എന്താണെന്നുള്ളത് കൃത്യമായി അറിയത്തില്ല. എന്തായാലും കാത്തിരിക്കുന്നു ആ ഒരു അപ്ഡേഷന് വേണ്ടി കൂലിയിലെ വില്ലൻ ആരെന്നുള്ളത്.